നമ്മളുടെ സുഹൃത്തായിട്ടുള്ള രാജ്മോഹൻ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ദുബായിൽ നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ അടുത്താണ് രാജ്മോഹൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കുറച്ച് വിഷമത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഈ 10-15 വർഷം ഈ ജോലിയൊക്കെ ചെയ്തിട്ടും കാര്യമായിട്ടുള്ള സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലിയുടെ ഭാവി എന്തായിരിക്കും, അദ്ദേഹവുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചില കടങ്ങൾ അവര് എങ്ങനെ വീട്ടാനായിട്ട് അവർക്ക് സാധിക്കും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യമേ ചോദിച്ചത് ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും, നിങ്ങൾ എന്നെ അറിയട്ടെ അല്ലാതിരിക്കട്ടെ, നിങ്ങൾ പലരും ഈ ചോദ്യം ഒന്ന് സ്വന്തമായിട്ട് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഏക ഏർണിംഗ് മെമ്പർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാവി വളരെ പ്രശ്നത്തിലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കും മിക്കവാറും ആളുകളുടെ ഉത്തരം. അങ്ങനെ നമ്മളുടെ അഭാവത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടാണ് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഉള്ളത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ടേം ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, പ്രത്യേകിച്ചും NRIകൾക്ക് വളരെ മികച്ച ഒരു ടേം ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാം. ഇത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ NRI സുഹൃത്തുക്കൾക്കൊന്ന് ഫോർവേഡും കൂടെ ചെയ്തു കൊടുക്കുക. ടേം ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നമ്മളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നമ്മൾ പ്രീമിയം കൃത്യമായി അടച്ചുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് പദ്ധതി തുടർന്നു പോകുന്ന ഒരാളാണ്. നമ്മൾക്ക് ആ പദ്ധതിയുടെ കാലയളവിൽ ഒരു മരണം സംഭവിക്കുകയാണ്, അതല്ല നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ നോമിനിക്കും അല്ലെങ്കിൽ നമ്മളുടെ നോമിനികൾക്ക് ഒരു നിശ്ചിത തുക ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ പല തവണകളായിട്ടോ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു എമൗണ്ട് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ടേം ഇൻഷുറൻസ്. ഈ ടേം ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രീമിയമാണ്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള മറ്റുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ പ്രീമിയത്തിൽ വളരെ കൂടിയ കവറേജ് ആണ്. ഇപ്പോൾ വിദേശ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 50 ദിർഹമൊക്കെ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഒരു കവറേജ് കിട്ടുന്ന പോളിസികൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രീമിയം അടച്ചുകൊണ്ട് നിങ്ങളുടെ ആനുവൽ ഇൻകത്തിന്റെ 20 ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ കവറേജ് കിട്ടുന്നതിനായിട്ട് ഇപ്പോൾ വിദേശ ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 ദിർഹമാണ് നിങ്ങളുടെ ആനുവൽ സാലറി എന്ന് കരുതുക. നിങ്ങൾക്ക് 1 മില്യൺ, അതായത് 10 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 2.25 കോടി രൂപയോളം ഒക്കെ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് ആയിട്ട് കിട്ടുന്നതിന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു മന്ത്ലി പ്രീമിയം മാത്രം അടച്ചാൽ മതി. അതുമാത്രമല്ല, ഇതിന്റെ പ്രോസസ്സ് വളരെ ഈസിയുമാണ്, ഫുള്ളി ഓൺലൈനുമാണ്. നമ്മളുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള policybazaar.ae എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലൂടെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. പോളിസി ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് 20 ഡിഫറെന്റ് കമ്പനികളിൽ നിന്ന് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏത് കമ്പനിയുടെ പോളിസി വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചില ക്ലിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോളിസി ബസാർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, ഇത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ കാലമായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ടേം ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഫെസിലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 20-ലധികം ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അവരുടെ പോളിസികൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോളിസി ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷനുകളെല്ലാം പ്രോപ്പറാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പോളിസി കിട്ടുകയും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് കിട്ടാനുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ്. ഒരൊറ്റ വെയിറ്റിംഗ് പീരീഡ് ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് പ്രോഡക്റ്റ് നേടുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് policybazaar.ae പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ UAE-യിലാണ്, ഞാൻ ഇവിടെ നിന്ന് ഈ പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യണം, ഇന്ത്യയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. ഈ പോളിസികൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ടേം ഇൻഷുറൻസ് പോളിസികളാണ്. നിങ്ങൾ ഏത് രാജ്യത്തേക്ക് താമസം മാറിയാലും അവിടെയെല്ലാം ഇത് വാലിഡ് ആവും എന്നുള്ളതാണ് നിങ്ങൾക്ക്
ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഈ policybazaar.ae ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറയുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയും ദിർഹവും തമ്മിലുള്ള ആ ഒരു കറൻസി എക്സ്ചേഞ്ചിന്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UAE കറൻസി ആയിട്ടുള്ള ദിർഹം നല്ല രീതിയിൽ ഉയർച്ച കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഉള്ള ഒരു കറൻസിയാണ്. 10-15 വർഷം മുൻപ് ഒരു ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 15 രൂപയോളം ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴോ നിങ്ങൾക്ക് 22 അതിൽ കൂടുതലോ ആണ് ഒരു ദിർഹത്തിന്റെ വില. അപ്പോ ഈ ദിർഹം സ്ട്രോങ് ആയി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ എത്ര രൂപയ്ക്കാണോ പോളിസി എടുക്കുന്നത് ആ പോളിസിയുടെ വിലയും കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം ദിർഹത്തിന്റെ ഒരു പോളിസി എടുത്തു, അതായത് ഇപ്പോൾ 2.25 കോടി രൂപയുടെ കവറേജ് ആണ്. നാളെ ഈ ദിർഹം 30 രൂപയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കവറേജ് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ രൂപ 3 കോടിയായിട്ട് വർദ്ധിക്കും. ഇതാണ് ഒരു വിദേശ കറൻസിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണം. ദിർഹം സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ്ങർ കറൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ രാജ്യത്തിന്റെ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു രീതിയിലാണ് മുൻകാലങ്ങളിലുള്ള ഈ കറൻസിയുടെ മൂവ്മെന്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു വിദേശ ഇന്ത്യക്കാരനാണ്, നിങ്ങൾക്ക് വിദേശ കറൻസിയിൽ പോളിസി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസി ഒരു ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കറൻസിയാണ്, അല്ലെങ്കിൽ വില കുറഞ്ഞു വരുന്ന ഒരു കറൻസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ 1 കോടി രൂപയുടെ കവറേജ് ഇന്നെടുത്താൽ 10 വർഷം കഴിഞ്ഞാൽ ഈ 1 കോടി രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 60 ലക്ഷമോ 70 ലക്ഷമോ ആയിട്ട് കുറയും. അതേസമയം UAE ദിർഹത്തിൽ നിങ്ങൾ ഒരു പോളിസി ഒരു 10 ലക്ഷം ദിർഹത്തിന്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് 2.25 കോടി മൂല്യമുണ്ട് എന്നുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷം അതിന് ഒരു 3 കോടി മൂല്യമൊക്കെ ആയിട്ട് വർദ്ധിക്കും. അപ്പോ നമ്മൾക്ക് നാട്ടിൽ തിരിച്ചെത്തിയാലും നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് ആ ഒരു സമയത്തെ പണപ്പെരുപ്പത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്, ഞാനിവിടെ 10 ലക്ഷം ദിർഹം എന്ന് പറഞ്ഞു, ഈ 10 ലക്ഷം ദിർഹം അല്ലെങ്കിൽ 2 കോടി കവറേജ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു വർഷം ജീവിക്കാൻ 10 ലക്ഷം രൂപ വേണമെന്ന് കരുതുക. അപ്പൊ അടുത്തൊരു 20 വർഷത്തേക്ക് 2 കോടി രൂപ അതിന് വേണം. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായിട്ട് 1 കോടി രൂപ വേണമെന്ന് കരുതുക. അപ്പോ 2+1 3 കോടി. അതുപോലെ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ഹോം ലോൺ ഉണ്ട് എന്ന് കരുതുക. അപ്പോ അത് 1/2 കോടി രൂപ, അങ്ങനെ 3.5 കോടി രൂപയായി. അതായിരിക്കണം നിങ്ങളുടെ കവറേജ് എമൗണ്ട്. ഈ കവറേജ് എമൗണ്ടിനും നിങ്ങളുടെ ഏജിനും നിങ്ങൾ എത്ര കാലം ഈ പോളിസി ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം വ്യത്യാസപ്പെടും. Policybazaar പോളിസികൾ 50 ദിർഹം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ സുഹൃത്തായിട്ടുള്ള രാജു ഒരു ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോയി. അതായത് നമ്മളുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഫാമിലിയുടെ സെക്യൂരിറ്റിയിൽ താല്പര്യപ്പെടുന്ന, നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോളിസിയാണ് ഈ ടേം ഇൻഷുറൻസ് പോളിസികൾ. ടേം ഇൻഷുറൻസ് പോളിസികൾ ഇല്ലാത്തവര് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് policybazaar.ae സൈറ്റ് സന്ദർശിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പോളിസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ കവറേജ് ഉണ്ടാക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാം. Policybazaar-ന്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കവറേജ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ കാലാവധി എത്രയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് 20-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഓൺലൈനായി തന്നെ പേയ്മെന്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോളിസി വാങ്ങാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ policybazaar.ae എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം.